ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊട്ട് മുന്നേ കട്ട് ചെയ്ത് വെച്ച യോക്ക് നൈറ്റി ആണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ നെക്ക് ലൈനിൽ ഒരു പൈപ്പിംഗ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നത്. ഇതാണ് കേട്ടോ ആ പൈപ്പിംഗ്. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗം ഫിനിഷിംഗ് അല്ലാത്തത് കൊണ്ടാണ് ഇത് പൈപ്പിംഗ് ആയിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് ഞാനിത് ലൈനിങ്ങിന്റെ ഉള്ളിലേക്ക് ഈ തുമ്പ് വരുന്ന രീതിയിൽ വെക്കുകയാണ്. നിങ്ങൾ നൈറ്റിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ലേസ് ആണ് വാങ്ങുന്നതെങ്കിൽ ഈ ഭാഗം ഫിനിഷിംഗ് ആയിരിക്കും, ഇതുപോലെ ചെറിയ പൈപ്പിംഗ് വെച്ചിട്ടില്ലേ. അപ്പൊ നൈറ്റിയുടെ നല്ല വശം തന്നെ വെച്ച് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ പൈപ്പിംഗ് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താലും മതി. എനിക്കിപ്പോൾ ഈ തുമ്പ് ഉള്ളിലേക്ക് പോവേണ്ടിയുള്ളത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത തുണിയുടെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട്, ഇത് ചീത്ത വശമാണ്, എന്നിട്ട് ഈ പൈപ്പിംഗ് ഇതുപോലെ ഈ നെക്കിനോട് ചേർത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എപ്പോഴും ഈ പ്രഷർ ഫൂട്ടിന്റെ സിംഗിൾ ഷെയ്ഡ് പ്രഷർ ഫൂട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ ഈ സൈഡ് ഇല്ലാത്ത സിംഗിൾ സൈഡ് പ്രഷർ ഫൂട്ട് ഉപയോഗിക്കുക. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ നൈറ്റിയുടെ യോക്ക് പീസിന്റെ ഉള്ളിലൂടെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ മറയ്ക്കുമ്പോൾ ഈ പൈപ്പിംഗ് നമുക്ക് ഇവിടെ കിട്ടും. അതിനുശേഷം ഈ എക്സ്ട്രാ ഉള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ നമ്മൾ ഇതിന്റെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഈ കർവ് ഷേപ്പ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഈ നോച്ചസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറച്ചെടുക്കുക. കണ്ടോ, ഇപ്പോ പൈപ്പിംഗ് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അതിന്റെ അകംഭാഗത്താണെങ്കിലും അതിന്റെ തുണിയൊന്നും വന്നിട്ടില്ല. എന്നിട്ട് 1/4 ഇഞ്ച് നീക്കി ഒന്ന് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതിന്റെ ഉള്ളിൽ നോച്ചസ് ഇട്ട് കൊടുത്തത്. ഇനി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇത് എക്സ്ട്രാ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പൈപ്പിംഗ് നമ്മൾ ഈ യോക്ക് പോർഷനിൽ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. നമ്മളിതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നേ ഉള്ളൂ. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെയാണ് ഈ പൈപ്പിംഗ് സ്റ്റിച്ച് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ട് ഈ കർവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഈ പൈപ്പിംഗ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതായത് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ പൈപ്പിങ്ങിന്റെ ഭംഗി നമ്മൾക്ക് കിട്ടുന്നത്. ഇതുപോലെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കൊളുത്ത് വെക്കുന്ന ആ കൊളുത്തും ഐ ബട്ടണിന് വെക്കാനുള്ള പടി വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയിൽ. അപ്പൊ അതിന്റെ സ്റ്റിച്ചിങ് അറിയില്ല എങ്കിൽ അതൊന്ന് പോയി കണ്ടാലും മതി. ഇതിപ്പോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫ്ലവർ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക് പീസിൽ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെക്കിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു പീസാണുള്ളത്. ഇതിൽ നിന്നും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കറക്റ്റ് ആയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയി കാണുക. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ക്രോസ് പീസിന്റെ ഒരു വശം ഈ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ നെക്ക് തീരുന്നത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഭാഗത്താണ്. എന്നിട്ട് നമുക്കിത് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗം തള്ളി നിൽക്കുന്ന ഭാഗമാണ് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന ഈ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് ഈ നൈറ്റിയുടെ നല്ല വശവും കൂടി ഇതുപോലൊന്ന് ചേർത്ത് വെക്കണം. കണ്ടോ, ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് ഈ എക്സ്ട്രാ പിടിപ്പിച്ചിരിക്കുന്ന പീസ്
ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഷോൾഡറും ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം. ഇങ്ങനെ തിരിച്ചെടുത്ത ശേഷം ഇതിങ്ങനെ പതിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഈ നെക്ക് ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ഷോൾഡറിന്റെ ഭാഗത്തൊന്നും ഇതുപോലെ തയ്യൽ തുമ്പി ഇവിടെ കയറി വരില്ല. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. അപ്പൊ അതിന്റെ സെന്റർ ഭാഗം ഇതുപോലെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കണം. കാരണം ഇതിന്റെ സെന്ററിൽ തന്നെ ഇത് വരികയാണെങ്കിലാണ് പ്ലീറ്റ്സ് കറക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ശേഷം നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ഇത് പിടിപ്പിക്കേണ്ടത്. ഇതുപോലെയാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. അപ്പൊ നമുക്ക് സ്ലീവ് ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇനി പ്ലീറ്റ്സ് ഇട്ടെടുക്കാനായിട്ട് ഇവിടുന്ന് ഏകദേശം ഇത്രയും ഭാഗം വിട്ട ശേഷം ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ഈ ഒരു പീസിൽ മാത്രം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പീസുമായിട്ട് യോജിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ യോക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതുകൂടി ഇങ്ങനെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പ്ലീറ്റ്സ് കൂടി പോവുകയാണെങ്കിൽ, പ്ലീറ്റ്സിന്റെ പോർഷനാണ് കൂടുതലെങ്കിൽ 2-3 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സിന്റെ പോർഷൻ ഇവിടെ ഇങ്ങനെ എത്താതെയൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരു പ്ലീറ്റ്സോ 2 പ്ലീറ്റ്സോ ആ 2 സൈഡിലുമായിട്ട് അഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഈ നോച്ചസ് ഇട്ട് വെച്ചിരിക്കുന്ന ഇത് കറക്റ്റ് സെന്ററിൽ വരണം. ഈ പോർഷന്റെ സെന്ററിൽ വരണം. ആ രീതിയിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ ബാക്ക് പോർഷനിലുള്ള ഈ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനിൽ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ബാക്ക് പോർഷന്റെ നല്ല വശത്തിനോട് നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഭാഗത്തിന്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മൊത്തം ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിതാ ഈ പ്ലീറ്റ്സ് ഇട്ട വശവും യോക്ക് പോർഷനും കൂടി ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിന്റെ നല്ല വശം എടുത്തു വെച്ച ശേഷം ആ ജോയിൻ ചെയ്ത വശമുണ്ടല്ലോ അത് മുകളിലേക്ക് അതിന്റെ തയ്യൽ തുമ്പാക്കിയിട്ട് ഈ പറ്റ ചേർത്ത് ഫുള്ളായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ നൈറ്റി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. സ്റ്റിച്ചൊന്നും പൊട്ടിപ്പോവുകയോ ഈ പ്ലീറ്റ്സിന്റെ ഭാഗമൊക്കെ പൊട്ടി നൂല് പോയി അങ്ങനെയൊന്നും വരില്ല. നല്ല ലോങ് ലാസ്റ്റിംഗ് സ്റ്റിച്ച് ആയിരിക്കും. ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലാണ് വരേണ്ടത്. അതിനുവേണ്ടി സ്ലീവിന്റെ നല്ല ഭാഗവും തുണിയുടെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് സെന്റർ ഈ ഷോൾഡറിൽ വരുന്ന എടുത്ത് വെച്ചിട്ട് ഈ സ്ലീവ് ഇതുപോലെ ഒന്ന് ഈ അറ്റം മുതൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ അറ്റം മുതൽ സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഈ സ്ലീവിന്റെ സെന്ററിൽ ഒരു മാർക്ക് ഇട്ടിരിക്കണം. അത് കറക്റ്റ് ഈ ഷോൾഡറിന്റെ ഇവിടെ നിൽക്കുന്ന രീതിയിൽ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ഇത് ഈ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ സ്ലീവ് യോജിപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് റൗണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ലീവ് റൗണ്ട് എടുത്തിട്ട് ഈ ഷേപ്പ് ചെയ്ത് താഴേക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് പോരുക. അപ്പോൾ നമുക്ക് ഇറക്കം കൂടുതലാണെങ്കിൽ ഈ തേര് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതല്ല ഈ ഇറക്കം കൂടി വേണമെന്നുണ്ടെങ്കിൽ തേരായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് താഴെ കൊണ്ടുവരിക. അതിനുശേഷം ഈ താഴ്ഭാഗം 2 വശവും യോജിപ്പിച്ച ശേഷം താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ഒന്നുകൂടി ഒന്ന് മടക്കി ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ നെക്കിൽ എന്തെങ്കിലും പാറ്റേൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു വൈറ്റ് ഫ്ലവർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. കണ്ടോ, ഇതുപോലെ എന്താന്ന് വെച്ചാൽ ഫ്ലവറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ലേസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഏതായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഉള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.